അതിനെ ഉണ്ടെന്നാ ഉണ്ടോ നമുക്ക് വ്ളോഗ് എടുക്കാം അവിടെ നിന്ന് വെറുതെ പെരുന്നാൾ വ്ളോഗ് വാടാ ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈദ് മുബാറക് അറിയും എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് പെരുന്നാൾ വ്ളോഗ് എടുക്കുകയാണ്. ഇപ്പോൾ നോർമലി എടുക്കും പോലെ വീട്ടിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഒന്നും ഇല്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടപ്പ്. നേരെ രാവിലെ നീച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ച് വീട്ടിൽ വന്ന് ചോറിന്ന് നേരെ ഇറങ്ങിയില്ലേ, അത്ര തന്നെ. എൻ്റെ കാര്യം അത്ര തന്നെ. വലുത് ചോറുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ചോറുന്നാന്നൊക്കെയുള്ള പ്ലാനാണ്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം പള്ളിയിൽ ഞാൻ അപ്പം തന്നെ ചോറുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചോറുന്ന് ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ അതേ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ക്യാമ്പസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഇത് നമ്മളെ കാറ്, റിസ്വാൻ്റെ കാറ്, പിന്നെ 1-2 ബൈക്ക് കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തി ഇങ്ങനെ എന്ത് ചെയ്യാണ്, വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ്. വീഡിയോ അല്ല, ഫോട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഷിബിനെ രായിരണ, ഇതാണ് ഷിബിന്. ഇനി ജാസർ, ഇതാണ് മെയിൻ ക്യാമറമാന്. ഫോണോടെ ഫോണുണ്ട്, പുതിയുണ്ട്, 70 Pro ഉണ്ട്. ഇത് വ്ളോഗ് ഇടും. എന്തിന്? എവിടെയാണ് മൈവില്ല? നമ്മളെ ഡ്രസ്സ് മൈവിലാണ്. നീലുണ്ട്, മഞ്ഞുണ്ട്, പിന്നെ കാപ്പി ചോപ്പുണ്ട്, ഓറഞ്ച്, എല്ലാ. ഈ കളറിൻ്റെ പേരെന്താ? ഓറഞ്ച്. കംഫർട്ടബിൾ, കാണാൻ രസമുണ്ട്. ആരുടെ ഏറ്റവും അടിപൊളിയായത് ഡ്രസ്സ്? മോണ്ടൻ്റെ അല്ലേ? മോട്ടൻ കൊണ്ടുപോയി, ഷെയ്ക്ക് കൊണ്ടുപോയി, വേറെ വർത്താനം. മോണ്ടന് കൊണ്ടുപോയി, ഷെയ്ക്ക് കൊണ്ടുപോയി. നമ്മളിവിടെ നിന്ന് ഓട്ടിച്ചു ഗൈസ്. അവിടെ നിന്ന് സെക്യൂരിറ്റീസ് ഇവിടുന്ന് പോവാൻ ഗവൺമെന്റിന്റെ അല്ലേ? താജ്മഹൽ കളിക്ക്, തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കളി. ആ വിളി. വിളിച്ചോക്ക്, പെരുന്നാളല്ലേ. അവിടെ കിടന്ന് മറ്റക്കട വെച്ചിരിക്കോ. ഇതാണ് നമ്മളെ സാധിലു. എന്നാന്ന് ഞാൻ 2 ദിവസം എന്ത് ചെയ്യുന്നു ഇപ്പോ? എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല. എന്താണ് ഒഴിവാക്കി പോന്ന്? ഇപ്പൊ ഫ്രീ ആയി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നൊരു ഈദ് മുബാറക് എല്ലാവരോടും. ഇതാണ് മൈക്ക്, മേലേക്ക് വെക്ക്. ഇനി പറയും പള്ളിത്തൊഴിയുടെ ഈദ് മുബാറക്. ഉറക്ക പറയും, ഒന്ന് സാറിൽ പറയും, ഒന്ന് പവറിൽ പറയും. ടീം പള്ളിത്തൊടിയുടെ വക. അപ്പൊ നമ്മളെ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും ചോദിച്ചാൽ നമുക്ക് പെരുന്നാളെ പറ്റി എന്താ പറയാ? നല്ലത് സായനക്ക് പുതിയ കുട്ടിയായപ്പോ സായന ഇപ്പൊ മുണ്ടൂലാടും. ഇപ്പൊ പൊലഞ്ചാടെയാണ്. ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ആറ്റിറ്റ്യൂഡ് നടക്കാണ്. ദുബായിൽ നിന്നാണ്ട് ഇപ്പൊ ഫുള്ള് RX മോഡാണ്. വണ്ടി ഓടിച്ചാൽ മോഡ് ഇപ്പൊ തീർക്കണം. എന്റെ ഞാൻ നമ്മളമാര് ഇവിടെ കുറെ ആൾക്കാർ എന്ത് ചെയ്തിന് ഫോട്ടോ എടുക്കാണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഫാമിലീസും ഒരുപാട് ടീംസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇനി നമ്മളെ ഈദ് ഡേ സ്പെൻഡായി പോയത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആത്തിമ്, തങ്ക, അജു, ഫാസിലത്ത എല്ലാവരും വന്നു. പുള്ളി ഒരു എന്താ പറയുക, ഒരു അടിപൊളി ദിവസമായിരുന്നു വന്ന്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക, ഓരോരോ തിരക്ക് പെട്ടുപോയി. എനിക്കന്ന് വീഡിയോ കൂടി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് വ്ളോഗ് എന്ന് പറയുമ്പം ഇതിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ, അതല്ല അതിൻ്റെ ഒരു നേക്ക്. അപ്പോൾ അതിനൊന്നും പറ്റിയില്ല, കുറച്ച് തിരക്കിലായി പോയി. അതുപോലെ ഇപ്പോൾ പൊതുവേ ഞാൻ വീഡിയോ എന്നൊക്കെ ഇങ്ങനെ ബാക്കോട്ടായി വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടി വർക്കിനിട്ട ശേഷം പിന്നെ വീഡിയോസൊന്നും ഇല്ലാതായപ്പം ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ടേനി. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സ്പെയറെല്ലാം കിട്ടുന്ന ഒരു കിടിലൻ പേജ്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് അന്ന് തുടങ്ങിയേനി. അപ്പോഴത്തെ ഒരു മൂഡിൽ നമ്മളെ വണ്ടി പണിയായപ്പോൾ ഏകദേശം 1-2 മാസത്തോളം ഞാൻ ഇപ്പോഴും പോസ്റ്റായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തുടങ്ങിയൊരു സംഭവം ഇനി, പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും എത്രയോ അടിപൊളിയായിട്ടാണ് എനിക്ക് ആ ഒരു സംഭവം ഫീൽ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്ക് പെട്ടുപോയി. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നിന്ന് എന്താ പറയുക ബാക്കൊക്കെയായി. അതുപോലെ ഒരുപാട് പേര് കമൻസ് ആയിട്ടും
മെസ്സേജായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഇടും ബ്രോ, യൂട്യൂബൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്, അതുപോലെ വണ്ടി ഒന്ന് ഇറങ്ങും, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു റീപ്ലൈ കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു ഈദ് വ്ളോഗ് മാത്രമായിട്ട് ഇടാൻ എന്താ ചെയ്യുന്നില്ല, വീഡിയോ ഒന്നും തയ്യില്ല, കുറച്ച് വീഡിയോയിലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്കുള്ള ഒരു വീഡിയോ കൂടെ ആക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറച്ച് മുമ്പ് വണ്ടി പണിക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു പണി വേണ്ടെന്നുള്ള രീതിക്ക്, പണിയെടുക്കുക എന്നുള്ള രീതിക്ക് ഞാൻ വണ്ടി അൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അൻസിൻ്റെ അടുത്താണ് ഇപ്പോഴും നിലവിൽ വണ്ടി ഉള്ളത്. പെരുന്നാളിന് വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് തിരക്കൊക്കെ കൂട്ടി ആ ഒരു സമയത്ത്, എന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് പെരുന്നാളിന് വണ്ടി കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ തിരക്ക് കൂട്ടണമൊന്നുമില്ല, ഈ പോനോൻ്റെ പണി കഴിയുമ്പോൾ കൊണ്ട് തന്നോട്ടെന്ന് കരുതിയിട്ട് ഞാൻ വിളിക്കുന്നൊന്നുമില്ല. പക്ഷേ പെരുന്നാളാകും വരെ ഞാൻ അങ്ങനെ വിളിച്ച് എന്താ പറയുക, വണ്ടി എന്തായി എന്ന് ചോദിച്ചിനി. അപ്പോൾ വണ്ടി നിലവിൽ കിട്ടിയിട്ടില്ല. നമ്മളെ വണ്ടി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ നെറ്റ് ബോൾട്ട് സംഭവം പുതിയതിട്ടിട്ട് ആ ഒരു രീതിക്ക് ഇനിയൊരു വർക്കിന് കയറ്റേണ്ട അവസ്ഥ വരരുതെന്നുള്ള രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വണ്ടിയുടെ അപ്ഡേഷൻ ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, വണ്ടി നിലവിൽ ഇപ്പോഴും വർക്കിലാണ്. അപ്പോൾ ഒരു 1 to 2 വീക്ക് വണ്ടി ഇറങ്ങുന്നതാണ് അതിനിടയിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള വ്ളോഗ് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു സ്പെയറിൻ്റെ സംഭവം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്പെയർ വേണമെങ്കിലും, അതുപോലെ മോഡിഫിക്കേഷൻ സ്പെയർ ആയാലും നോർമലി യൂസ് ചെയ്യുന്ന സ്പെയർ ആയാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ പേജിൽ കോൺടാക്ട് ചെയ്യാം. myspare.in എന്ന് പറഞ്ഞൊരു ചെറിയ പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക സാധനങ്ങൾ, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേജ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുമ്പം അത് നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ അത് സെറ്റാക്കി തരുമോ, ഇത് സെറ്റാക്കി തരുമോ, എനിക്ക് ഞങ്ങളവിടെ കിട്ടുന്നില്ല സാധനം, നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുമോ, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുള്ള സമയത്ത് ഞാൻ ഭയങ്കര ഒരു ബിസി, ഇൻസ്റ്റ ഒന്നും വല്ല മെയിൻ ചെയ്യില്ല, മെസ്സേജസ് ഒന്നും മെയിൻ ചെയ്യില്ല. ആ ഒരു രീതിക്ക് മെയിൻ ചെയ്യാൻ മീൻസ് സമയമല്ല, അതാണ് പ്രശ്നം. മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ നല്ലൊരു സമയം അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മെയിൻ ചെയ്യാതെ വിട്ട സംഭവമാണ്. പിന്നെ വണ്ടി വർക്കിനിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ കയറി നോക്കിയപ്പോഴാണ് എൻ്റെ ശ്രദ്ധപ്പെട്ടെ ഇങ്ങനെ ഒരുപാട് പേര് സ്പെയർ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ സ്പെയർ എത്തിച്ചു കൊടുത്താൽ അതൊരു സിമ്പിൾ പരിപാടിയല്ലെന്ന് കരുതിയിട്ടാണ് ഞാനൊരു പേജ് തുടങ്ങി. അങ്ങനെ പേജ് തുടങ്ങിയപ്പോൾ ഞാൻ ഫുള്ളി ബിസിയായി. സംഭവം തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കേനി. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതൊക്കെ വന്നപ്പം ഫുള്ള് അതിൻ്റെ ഒരു ഓട്ടോപാച്ചിലായപ്പോൾ എനിക്ക് എന്ത് ചെയ്തില്ല, ഈ വീഡിയോ സംഭവം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. അപ്പോൾ നിലവിൽ നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്, അതുപോലെ വണ്ടി ഉടനെ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പോൾ പെരുന്നാൾ വ്ളോഗ് ഇടാൻ കുറച്ച് വൈകി, പക്ഷേ ഒരു പെരുന്നാൾ വ്ളോഗായിട്ട് കൂട്ടണ്ട, നമ്മളൊരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക്. സംഭവം വിരലിലുണ്ടാവുന്ന അത്ര പേര് ചോദിച്ചിട്ടുള്ളൂ, എവിടെ വീഡിയോ, വണ്ടിയുടെ വർക്ക് കഴിഞ്ഞോ, എന്താണ് വണ്ടിയുടെ അവസ്ഥ, വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ എന്നുള്ള രീതിക്ക് ഞാൻ നമ്മളെ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് അപ്ഡേഷൻ ജസ്റ്റ് ഒന്ന് തരാം എന്നുള്ള രീതിക്കും, അതുപോലെ പെരുന്നാൾ വ്ളോഗ് എടുത്ത് തുടങ്ങിയ സ്ഥിതിക്കും അത് മൊത്തത്തിലൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ സ്പെയർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് നമ്മളെ പേജിൽ കോൺടാക്ട് ചെയ്ത് തന്നിട്ടോ, ഐറ്റെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പേജ് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസാണ് നമ്മളുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം, നമുക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.